എൻ്റെ ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്നല്ലേ? ഇത് വിശുദ്ധവാരമൊക്കെ അല്ലേ? അപ്പോൾ ഈ വിശുദ്ധവാരത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹ ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് പള്ളിയിൽ പോകാൻ, എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സന്ധ്യയ്ക്കും പുലർച്ചെയൊക്കെ ആയിരിക്കും ആ ദിവസങ്ങളിലെ സർവീസ്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് തിരിച്ചു വരാനും അത്രയും പുലർച്ചെയൊക്കെ പോകാനും പാടാണ്. ഞാൻ എൻ്റെ ബെൻസിലാണല്ലോ പോകുന്നത്, അപ്പം അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഓശാന ഞായറാഴ്ച രാവിലെ 9 മണിക്കത്തുള്ള സർവീസിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ ഒരു 5:30 ആയപ്പോൾ ഉണർന്നു, കുളിച്ചൊക്കെ റെഡിയായി. നമുക്കതിന് കുറേ സമയമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഈ നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അങ്ങനെ റെഡിയായി. ഇതാ ഒരു 7:45 ആയപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും പിന്നെ ഡാഡിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നടക്കാൻ. ഇവിടെ നിന്നൊരു ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് പള്ളിയിലേക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാൽക്കവലയാണ് കേട്ടോ, 4 കൂടിയ മുക്ക്. ഞാൻ ഈ തിരിയുന്നത് പള്ളിയിലേക്ക് പോകാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഒരുപാട് ദൂര വ്യത്യാസമൊന്നുമില്ല, പക്ഷേ മെയിൻ റോഡിൽ കൂടെ പോയാൽ ഒരുപാട് വാഹനങ്ങൾ കാണും. ഇവിടെ ഈ വഴിയാകുമ്പോൾ അത്രയും വാഹനങ്ങളില്ല, അതുകൊണ്ടാണ് ഈ വഴി പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ രാവിലെ സമയമല്ലേ, ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ട് അങ്ങനെ പ്രകൃതി ദൃശ്യങ്ങളല്ലേ, അപ്പോൾ കാണാനും ഒരു ഭംഗി. മലകളൊക്കെ ഉണ്ട്, മലനിരകളൊക്കെ കണ്ടിങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ചെറിയ വഴിയിൽ ചെറിയൊരു കൈത്തോട്. ഈ ഒരു നായ കണ്ട് കുറേ നേരം കൊണ്ട് എൻ്റെ ബെൻസിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പുറകെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു വാഹനം പുള്ളിക്കാരൻ കാണുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ മലകളൊക്കെയാണിത് കേട്ടോ, ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. കുറേ മലനിരകളുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ. ഭംഗിയുള്ളതല്ലേ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ നമ്മൾ ഇതിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ അത്ര ദൂരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാനധികം പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നത്. ഇപ്പോൾ സമയത്ത് അങ്ങ് എത്തുമോ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പള്ളിയിൽ അടുത്ത് എത്താറായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ബോർഡ്? സെൻറ്റ് തോമസ് മാർത്തോമാ ചർച്ച് കല്ലേലി എന്ന് എഴുതിയ ഞങ്ങളുടെ ഒരു കൊച്ചു പള്ളിയാണ് കേട്ടോ. അങ്ങനെ വലിയ പള്ളിയൊന്നുമല്ല, കൊച്ചു പള്ളി. കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം അറിയാം. ഓരോ വീട്ടുകാർക്കും നന്നായിട്ട് അറിയാൻ പറ്റും. കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ ഇവിടെ അങ്ങോട്ട് കയറാനൊരിച്ചിരി പേടിയുണ്ട് എനിക്ക്, ഇച്ചിരി കുത്തനെ കിടക്കുന്ന പോലെ. ഡാഡി കൂടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി പള്ളിയിൽ റാമ്പ് ഉണ്ട്, അപ്പം പള്ളിയുടെ സിറ്റൗട്ടിലോട്ട് കയറി. പിന്നെ പള്ളിക്ക് അകത്തോട്ടുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പള്ളിയിൽ അകത്ത് കയറി കഴിഞ്ഞ് വീഡിയോ എടുക്കാനൊരു മടി, അതുകൊണ്ടാണ്. പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി കേട്ടോ. ഞങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. അപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ട് ഡ്രൈവ് ചെയ്തു. അപ്പോൾ സമയത്തിന് മുന്നേ ഞങ്ങൾ പള്ളിയിലെത്തി. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് മമ്മി, ചേച്ചി, ചേട്ടൻ എല്ലാവരും വന്നു. അപ്പോൾ പള്ളിയിലകത്തോട്ട് കയറി കഴിഞ്ഞുള്ളൊന്നും വീഡിയോ എടുത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ പള്ളിയിലാണെങ്കിൽ എന്താ പറയുക, ഓരോ ആഴ്ചയും ബൈബിളിലെ 2 ഭാഗങ്ങൾ 2 പേര് വായിക്കും. അപ്പോൾ ആ ഭാഗങ്ങളും വായിക്കാനുള്ളവരെയൊക്കെ നേരത്തെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ പള്ളിയിലെന്ന് ചെന്നപ്പോൾ എനിക്കൊരാഗ്രഹം, അതുപോലെ എങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ബൈബിൾ വായിക്കണമെന്ന്. അപ്പോൾ അച്ഛനത് സമ്മതിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന കുട്ടിയുണ്ടായിരുന്നു, മോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വായിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ബൈബിൾ വായിച്ചു. ചേച്ചിയുടെ മോള് എനിക്ക് വായിക്കാൻ വേണ്ടി മൈക്ക് പിടിച്ചു തന്നു. അപ്പോൾ അതൊക്കെ വായിച്ചു, സന്തോഷമായി. പള്ളിയിൽ കുർബാനയൊക്കെ കൊണ്ടു, ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ പള്ളിയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആണിത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് ഞാനും മോളും തന്നെയാണ് നടന്നു വന്നത്. ഞാൻ എൻ്റെ വീൽ ചെയറിലും അവൾ എൻ്റെ കൂടെ നടന്നു വന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ തിരിച്ച് വരുന്ന സമയത്ത്. 11:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ മോൾക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തൊപ്പി എടുക്കണമെന്ന് രാവിലെ ഓർത്തു, പക്ഷേ എന്താ പറയുക, എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നല്ല വെയിലായപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ്റെ മോന് അവൻ്റെ ഒരു തൊപ്പി കൊണ്ട് എനിക്കന്ന് വെയിൽ കൊള്ളാതെ തലയിൽ വെച്ചോ വെയിലാണെന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ തൊപ്പി വാങ്ങിച്ച് ഞാൻ തലയിൽ വെച്ചിട്ട്
ഞാൻ തൊപ്പിയൊക്കെ വെച്ചു, മോള് കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അധിക സമയം നമുക്കിങ്ങനെ അതൊന്നും കണ്ടും അപ്പോൾ ഇതൊക്കെ വരാനുള്ളൊരു ഇതില്ല, വേഗം വീട്ടിലെത്താനാണ്, കാരണം നല്ല ചൂടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ഓശാനയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ പെസഹ വ്യാഴമായി. അപ്പോൾ എല്ലാവർക്കും പെസഹ ആശംസകളും കൂടെ നേർന്നുകൊണ്ട് എൻ്റെ കൊച്ചു വീഡിയോ, എൻ്റെ കൊച്ച് ഓശാന ഞായർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും പെസഹ ഈസ്റ്റർ ആശംസകൾ.